നമുക്കവിടെ യഹൂദന്മാരുടെ യേശുവിൻ്റെയും കോൺവെർസേഷനിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആളുകൾ യേശു ദൈവമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വളരെ സ്പഷ്ടമായിട്ടല്ലേ യേശു ദൈവമാണെന്ന് തന്നെ താൻ പറയുന്നു എന്നല്ല യഹൂദന്മാരുടെ വാദം. അതുകൊണ്ടല്ലേ അവർ യേശുവിനെ ക്രൂശിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14:64 അവർ മഹാപുരോഹിതന്മാരൊക്കെ യേശുവിനെ ചോദ്യം ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, നീ പറ, നീ തന്നെയാണോ, ക്രിസ്തു തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു അതേന്ന് പറഞ്ഞതിന് ശേഷം അവിടെ നമുക്ക് കാണുന്നത് ഇനി 14:64 സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം, ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അവൻ മരണരോഗ്യരെന്ന് എല്ലാവരും വിധിച്ചു. എല്ലാവരും വിധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരെല്ലാവരും കൂടി അത് വിധിക്കുകയാണ്. കാരണം എന്താണ്? ദൈവദൂഷണം പറഞ്ഞു എന്നാണ് കർത്താവിനെതിരെയുള്ള ആരോപണം. കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ബൈബിളിൽ കൃത്യമായി പറയുന്നുണ്ട്, യേശു ദൈവമാണോ എന്ന് ചോദിച്ചാൽ യേശു ദൈവമാണെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് പഴയ നിയമത്തിലേക്ക് പോയി നോക്കാം. പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞത്? സങ്കീർത്തനം 2:7 നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സദൃശവാക്യം 30:4 വായിക്കുമ്പോൾ, സ്വർഗത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവനാർ, കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാർ, വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാർ, ഭൂമിയുടെ അറുതികളൊക്കെ നിയമിച്ചവനാർ, അവൻ്റെ പേരെന്ത്, അവൻ്റെ മകൻ്റെ പേരെന്ത് നിനക്കറിയാമോ? യെശയ്യാവ് 7:14 അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അതുപോലെ യെശയ്യാവ് 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നുണ്ട്. മീകായുടെ പുസ്തകത്തിൽ നോക്കിയാൽ 5:2 നീയോ ബെത്ലഹേമേ എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും, അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. പഴയ നിയമത്തിലും യേശുക്രിസ്തുവിനെ പറ്റിയും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും എല്ലാം എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തു പറയുന്നുണ്ട്, യേശുവിൻ്റെ ജനനത്തിലും ആ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ഇനി നമുക്ക് യേശുവിൻ്റെ ശിഷ്യന്മാർ എന്താ പറയുക നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1:23 കർത്താവ് പ്രവാചകൻ മുഖാന്തരം ഇത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കുന്ന കാര്യം മത്തായി എടുത്തു പറയുന്നു, പഴയ നിയമത്തിലുള്ളത്. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം, യേശു ക്രിസ്തു ഒരു പക്ഷപാതക്കാരൻ്റെ അടുത്ത് പറയുന്നതാണ്, മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരിരുന്നു, ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുവാൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പാപം മോചിപ്പിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണെന്ന് യഹൂദന്മാർക്കറിയാം. അപ്പോൾ യേശു അവിടെ പാപം മോചിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യേശു ദൈവമാണെന്നാണല്ലോ. അതുതന്നെയാണല്ലോ യേശു അവിടെ തെളിയിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അവരുടെ ഇടയിൽ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പോയാൽ യോഹന്നാൻ സുവിശേഷം 1:1 പോയി കഴിഞ്ഞാൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് വരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ യോഹന്നാൻ 5:18 അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു എന്ന് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20:28 തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിന് ഇവിടെ തോമസ് വിളിക്കുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്നാണ് പറയുന്നത്. ഇനി ലേഖനങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിപ്പിയർ 2:6 അവൻ ദൈവധൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു അത് എഴുതിയിരിക്കുന്നു. ഇനി കൊലോസ്യർ ലേഖനത്തിൽ 1:15 അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ കൊലോസ്യൻ 2:9 അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരവുമായി വസിക്കുന്നത്. അതുപോലെ തന്നെ എബ്രായർ 1:2 ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അറിയിച്ചിരിക്കുന്നു, അവനെ താൻ സകലത്തിന് അവകാശമാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പോൾ ലോകത്തെ ഉണ്ടാക്കിയത് യേശു ക്രിസ്തുവാണ്.
ഇവിടെ എബ്രായ ലേഖനത്തിൽ നമ്മൾക്കിവിടെ കാണിച്ചു തരികയാണ്. അതുപോലെ റോമാ ലേഖനം 9:5 പിതാക്കന്മാരും അവർക്കുള്ളത് തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അതിനുശേഷം പറയാണ്, അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പം ലേഖനത്തിലൂടെയും യേശു ക്രിസ്തു ആരാണെന്ന് തൻ്റെ ശിഷ്യന്മാരും പറയുന്നത് ദൈവമാണെന്ന് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ ശിഷ്യന്മാരുടെ ലേഖനങ്ങളാവട്ടെ സുവിശേഷങ്ങളാകട്ടെ എല്ലാം നോക്കിയാലും എല്ലായിടത്തും കാണുന്നത് യേശു ഒരു മനുഷ്യനാണ്, അതുപോലെ തന്നെ യേശു ദൈവവുമാണെന്ന് തന്നെയാണ്. ഇനിയുമുണ്ട്, ബൈബിളിൽ ഒത്തിരി വായിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ യേശു ദൈവമാണെന്ന് കാണിക്കുന്ന ഒത്തിരി വചനങ്ങൾ ഇനിയുമുണ്ട്. ഇത്രയേറെ വചനമുണ്ടായിട്ടും ഇത്രയേറെ തെളിവുകളെല്ലാം ഉണ്ടായിട്ടും ഇന്നും യേശു ദൈവമാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ യേശു ദൈവമാണോ, യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക എന്നൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ ആ പറയുന്നവർ ബൈബിൾ വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ ബൈബിൾ വായിച്ചിട്ടുണ്ടാകും. പക്ഷേ ബൈബിൾ വായിച്ചത് അവർ യേശു ദൈവമാണോ എന്ന് അറിയാൻ വേണ്ടിയല്ല, യേശു ദൈവമല്ല എന്ന് പറയാൻ വേണ്ടിയായിരിക്കും അവർ വായിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വരുന്നവർക്ക് അത് യേശു ദൈവമല്ല എന്നുള്ള ഉത്തരം തന്നെ അവിടെ നിന്ന് കിട്ടുകയുള്ളൂ. കാരണം അത് അവരുടെ മനസ്സിൻ്റെയാണ്, അല്ലാതെ ദൈവവചനത്തിൻ്റെ കുഴപ്പമല്ല. നമുക്ക് ബൈബിളിനെ ഉൽപ്പത്തി തൊട്ട് വായിച്ച് വെളിപാട് വരെ വരുമ്പോൾ നമുക്ക് അടുത്ത മുഖ്യ പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവാണ്. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വന്ന് തൻ്റെ ക്രൂശുമരണത്തിലൂടെ സകല മനുഷ്യരെയും പിതാവിനോട് നിരപ്പിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളും, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അന്ത്യന്യായവിധിയും കർത്താവ് മടങ്ങി വരും, ഇതെല്ലാം തന്നെയാണ് ഈ ബൈബിളിൻ്റെ ഉപദേശങ്ങളും പുതിയ നിയമങ്ങളും പ്രവാചക പുസ്തകങ്ങളും എല്ലാ കൽപ്പനകൾ കൂടി എല്ലാം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ബൈബിള് പഠിക്കണം, ആഗ്രഹമുള്ളവർ പഠിക്കണമെന്ന് പറയണമെന്നില്ല, ആഗ്രഹമുള്ളവർ പഠിച്ചാൽ മതി. വായിച്ചാൽ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ആഗ്രഹത്തോടു കൂടി ഇത് പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വായിച്ചാൽ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഒന്നും കൂട്ടണ്ട, ഒന്നും കുറയ്ക്കണ്ട, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. യേശു ക്രിസ്തു ദൈവമാണ്. ഈ ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യനുമായിരുന്നു, അതോടുകൂടി ദൈവവുമായിരുന്നു. നമ്മൾ താഴ്മയോടുകൂടി കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വചനം വായിക്കാൻ പഠിക്കാനിരുന്ന കൃത്യമായി നമുക്ക് ദൈവം അത് ഗ്രഹിപ്പിച്ചു തരും. എല്ലാവരെയും ദൈവം അത് ഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.